ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കൊണ്ടാട്ടമുളക് വെച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കൊണ്ടാട്ടമുളകൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കൊണ്ടാട്ടമുളകൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു സബോളയാണ് ഞാൻ ചേർത്തത്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി സബോളയൊക്കെ ഒന്ന് നല്ലോണം വഴണ്ടി വരണ വരെ വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് കോരി വച്ചേക്കണം കൊണ്ടാട്ടമുളക് ചേർത്തു. പിന്നെ പുളി ചേർത്തായിരുന്നു കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത്രയും പൊടികളാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോഴേക്ക് നമ്മുടെ സവോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വച്ചേക്കണം അരപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അരപ്പെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വരണം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് കറിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൊണ്ടാട്ടം മുളക് വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.